മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് ഈ വർഷം നമുക്ക് ഇവിടെ ചെറിയ ചൂട് തന്നെ നമ്മൾ പലരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഹജ്ജിൽ ഇതുവരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയില്ലാത്ത അത്യുഷ്ണത്തിലാണ് ഹജ്ജ് എന്നാണ് പറയപ്പെടുന്നത്. ജൂൺ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ജൂലൈയിലെ 5-നോ 6-നോ ആയിരിക്കും ഈ വർഷത്തെ ഹജ്ജ് ഉണ്ടാവുക. ജൂണിലെ 5-ലോ 6-ലോ ആയിരിക്കും. ജൂണ് 5-നോ 6-നോ ആയിരിക്കും ഹജ്ജ് ഉണ്ടാവുക. ആ സമയത്ത് സൗദിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നോമ്പായി. നോമ്പ് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരും ഹജ്ജിമ്മമാരും നമ്മൾ 6 നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം, ഇല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കുന്ന ശീലം ഇവിടുന്നേ ശീലമാക്കണം. നമ്മൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്ന ഒരു ശീലം നമ്മൾ ഇവിടുന്നേ ശീലമാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ മരുന്നും ഗുളികകളൊക്കെ കഴിക്കാറുണ്ടല്ലോ. ഉച്ചക്ക് 1, രാത്രി 1, ചിലപ്പോൾ വൈകുന്നേരം 1, അങ്ങനെ സമയത്തിന് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നോമ്പ് കഴിയുന്നതോടുകൂടി 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമ്മൾ ഇവിടുന്നേ ശീലിച്ച് അവിടെ പോയാൽ നമുക്ക് 1 മണിക്കൂർ കൂടുമ്പം വെള്ളം കുടിക്കേണ്ടതാണെന്നുള്ളത് ഓർമ്മ വരികയും അങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അവിടെ പോയാൽ ഒരുപാട് സംസം കുടിക്കാൻ കഴിയും. പഠിച്ചോ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാരും ഹജ്ജിമ്മമാരും ഇപ്പോഴേ അത് ശീലമാക്കണം. ഇവിടുന്ന് അങ്ങനെ ശീലമാക്കി പോയാൽ അവിടെ എത്തുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആലോചിക്കേണ്ടി വരില്ല. നമുക്കത് ഓർമ്മ വരും 1 മണിക്കൂർ കൂടുമ്പം വെള്ളം കുടിക്കേണ്ടതാണെന്ന്. കാരണം ഇതിന് മുമ്പ് ഇതേപോലെ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെട്ട 2015 ഹജ്ജിൻ്റെ സമയത്ത് അറഫയിലും മിനയിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം 4 മണിയാകുന്നതോടുകൂടി ഈ വെള്ളം ഇല്ലാത്ത അവസ്ഥ വന്നിട്ട് പലർക്കും ശാരീരികമായി പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ഡോക്ടർമാർ പരിശോധിച്ചപ്പം നമ്മളിങ്ങനെ ചൂടുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദാഹം അനുഭവപ്പെടില്ല. പക്ഷെ നമ്മളെ ശരീരത്തിൽ നിന്ന് വെള്ളം ഒരുപാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുമ്പം ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ പ്രയാസപ്പെട്ട് ക്ഷീണിച്ച് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വെള്ളം ഒരുപാട് കരുതുകയാണെങ്കിൽ, അതായത് 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വെള്ളം കരുതുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പ്രായമുള്ള ആളുകളൊക്കെ പ്രത്യേകിച്ചും ഒരു നുള്ളുപ്പ്, ഒരു നുള്ളു ഉപ്പ് നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള ഒരു നുള്ളു ഉപ്പ് ആ വെള്ളത്തിലിടുക. എന്നിട്ട് ഇവിടുന്ന് കഴിക്കുമ്പോഴല്ല വെള്ളം നന്നായിട്ട് വലിയ ബോട്ടിലോ 1-2 ലിറ്ററിലൊക്കെ നമ്മൾ കയ്യിൽ കരുതുകയാണെങ്കിൽ, ഇനി വീട്ടിലും കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ വല്ലാതെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു നുള്ളുപ്പ് അതിലിടുന്നത്, കാരണം നമ്മൾ സോഡിയം കൺട്രോളൊക്കെ നിയന്ത്രിക്കാൻ അത് സഹായിക്കും. ഒരു നുള്ളുപ്പ് ആ വെള്ളത്തിലിട്ട് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതും നന്നാകും. ഇത് നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടെ സൗദിയിൽ പോയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തുടരാൻ നിങ്ങളെ സഹായിക്കും. പഠിച്ചത് സഹായിക്കുമാറാവട്ടെ.